വിലയിടിവും ഉൽപാദനക്കുറവും മാത്രമല്ല കടുത്ത വന്യമൃഗശല്യവും മലയോര മേഖലയിലെ കർഷകർക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നു. കേളകം, കണിച്ചാർ, കൊട്ടിയൂർ മേഖലകളിൽ നിരവധി കർഷകരാണ് ദുരിതം അനുഭവിക്കുന്നത്. ലക്ഷങ്ങൾ കടമെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് വന്യമൃഗശല്യത്തിൽ നട്ടം തിരിയേണ്ട അവസ്ഥയാണ്. വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് മലയോര മേഖലയിൽ. കാട്ടാന, കുരങ്ങ്, മലയണ്ണാൻ, മുള്ളൻപന്നി, കാട്ടുപന്നി, മലാൻ തുടങ്ങിയ വന്യമൃഗങ്ങളെല്ലാം കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുന്നതിനാൽ കേളകം, കണിച്ചാർ, കൊട്ടിയൂർ മേഖലകളിൽ നിരവധി കർഷകരാണ് ദുരിതമനുഭവിക്കുന്നത്. വന്യമൃഗശല്യത്താൽ കശുവണ്ടി പെറുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് കർഷകർക്ക്. കാർഷിക മേഖലയിൽ വന്യമൃഗശല്യത്തിനോടൊപ്പം ഇപ്പോൾ കശുവണ്ടി എന്ന് പറയുന്ന സാധനം ലഭ്യത തീരെ കുറയുകയുണ്ടായി. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കശുവണ്ടി കറത്തേണ്ടി തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പരിപ്പിനൊരു കുഴപ്പമില്ലെങ്കിൽ പോലും നിറം കുറഞ്ഞെന്നും പറഞ്ഞ് കശുവണ്ടി തിരിയുകയാണ്. ഉൽപാദനം 1/3 കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് തോന്നുന്നു. കശുമാവുകൾ ഒട്ടും ഒരു പൂക്കോ പോലും ചെയ്യാത്ത കശുമാവുകൾ നമ്മുടെ നാട്ടിൽ നിൽക്കുക. അപ്പം ഇതിന് കശുവണ്ടിക്ക് ഈ വില ഒരുവിധം വിലയുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഉൽപാദനം ഇല്ലാത്തതുകൊണ്ട് കൃഷി നഷ്ടത്തിലാണ്. മഴ പെയ്തുകൊണ്ട് റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല. അങ്ങനെ ഒരു കർഷകന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. മുള്ളൻപന്നിയും കുരങ്ങും മലയണ്ണാനും വ്യാപകമായി കശുവണ്ടി തിന്ന് നശിപ്പിക്കുന്നുണ്ട്. കുരങ്ങുകൾ കൂട്ടമായെത്തി കശുവണ്ടി പൂക്കൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. കാട്ടാനശല്യം മൂലം പല തോട്ടങ്ങളും വിളവെടുക്കാൻ കഴിയാതെ ഉപേക്ഷിച്ച നിലയിലാണ്. മികച്ച വിളവും ഉയർന്ന വിലയും പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ കടമെടുത്ത് കൃഷി ചെയ്ത കർഷകർക്ക് വന്യമൃഗശല്യത്താൽ നട്ടം തിരിയേണ്ട അവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.